രാമായണം അയോധ്യാകാന്ഡം ഭാഗം 6. അനിയ ലക്ഷ്മണ, നിന്റെ ആവേശം അതിര് കടക്കുന്നുണ്ട്. എന്നോടുള്ള സ്നേഹാധിക്യത്താൽ നീ ധർമ്മമാർഗം മറന്നു കളയുന്നു. വന്ധ്യനും വയോധികനുമായ നമ്മുടെ പിതാവിൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അവ എന്തു തന്നെയാവട്ടെ, നമുക്ക് ചോദ്യം ചെയ്തുകൂടാ. അങ്ങനെ ചെയ്താൽ അത് അധർമ്മമാവും. പിന്നെ ചെറിയമ്മ പറഞ്ഞ അച്ഛൻ ചെയ്തു കൊടുത്ത സത്യത്തെപ്പറ്റിയാണെങ്കിൽ, കാര്യം ഇന്നതെന്നറിഞ്ഞിട്ടോ അല്ലാതെയോ അച്ഛൻ അങ്ങനെ ഒരു സത്യം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞത് നേരാണെന്ന് വേണം വിചാരിക്കാൻ. കാരണം അല്ലെങ്കിൽ അച്ഛൻ അത് നിഷേധിക്കുമായിരുന്നു. അത് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ആ സത്യം നിലവിലുണ്ട്. അത് നിറവേറ്റാൻ ഞാൻ വനവാസത്തിന് പോവുകയല്ലാതെ മറ്റു പോംവഴി ഒന്നും തന്നെയില്ല. ലക്ഷ്മണന്റെ വാക്കുകൾ കേട്ടപ്പോൾ കുറെ ആശ്വാസം തോന്നിയ കൗസല്യ തന്റെ മകൻ അച്ഛന്റെ വാക്കുപാലിക്കുവാനായി നാടും വീടും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോവുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞതിൽ സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു, രമ, അപ്പോൾ അച്ഛൻ മാത്രമാണോ നിന്റെ ഗുരുജനം? നിന്നെ 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്തുപെറ്റ് പാലൂട്ടി വളർത്തിയെടുത്ത ഞാൻ നിന്റെ ആരുമല്ലേ? അമ്മേ, അല്പം മുൻപ് ധർമ്മമാർഗത്തിൽ നിന്ന് നിന്റെ മനസ്സ് വ്യതിചലിക്കാതിരിക്കട്ടെ എന്ന് എന്നെ അനുഗ്രഹിച്ച അമ്മയാണോ ഇപ്പോഴിത് പറഞ്ഞ് സങ്കടപ്പെടുന്നത്? അമ്മ ഇത് കേൾക്കൂ. ഞാൻ വനവാസത്തിന് പോയില്ലെങ്കിൽ അച്ഛൻ സ്വയം സത്യലംഘകനാവും. അങ്ങനെ വരുന്നത് എത്ര മഹാപാപമാണ്. മാത്രമല്ല നമ്മുടെ വംശത്തിന് തന്നെ അത് അപകീർത്തികരമാവില്ലേ? ഇത് കേട്ട് അവർ പറയുകയാണ്, എന്നാൽ നീ പോകുന്നിടത്തേക്ക് ഞാനും പോരും. എന്നെയും കൂടെ കൊണ്ടുപോകണം രാമ. നീയില്ലാതെ അയോധ്യയിൽ. അമ്മേ, എന്താണ് അമ്മ ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ പറയുന്നത്? അമ്മയും ഇവിടെ ഇല്ലാഞ്ഞാൽ അച്ഛൻ്റെ സ്ഥിതി എന്താവും? ചെറിയമ്മയുടെ പിടിവാശിയിൽ കുടുങ്ങി എന്നെ വനവാസത്തിന് അയക്കേണ്ടി വന്നതിൽ അച്ഛൻ അനുഭവിക്കുന്ന മനോവിഷമം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കുവാൻ അമ്മയ്ക്ക് കഴിയില്ലേ? ഞാനിതാ പോവുകയായി. അമ്മയും ഇവിടെ ഇല്ലാഞ്ഞാൽ വയസ്സുകാലത്ത് അച്ഛനെ ശുശ്രൂഷിക്കുക ആരാണ്? അച്ഛൻ എത്ര കാലം ജീവിച്ചിരിക്കുമോ അത്രയും കാലം അമ്മ അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അതല്ലേ അമ്മയുടെ കടമ. മതിമറന്ന് ദുഃഖിച്ച് ദേഹം ക്ഷീണിപ്പിക്കരുതേ. അമ്മ 14 കൊല്ലം ഇതാ കാണെ കഴിഞ്ഞു പോകും. അപ്പോൾ തിരികെ വന്ന് എൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ പരിചരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കൂ അമ്മേ എന്നു പറഞ്ഞ് രാമൻ കൈകൂപ്പിക്കൊണ്ട് തല കുനിച്ച് അമ്മയുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു. അപ്പോൾ മോനെ, നീ പോകാൻ തന്നെ തീർച്ചപ്പെടുത്തിയോ? ഭഗവാനെ, ദുഃഖം മാത്രമാണോ നീ എനിക്ക് വിധിച്ചിട്ടുള്ളത് എന്നു പറഞ്ഞ് ഗദ്ഗദത്തോടെ 2 കൈയും രാമൻ്റെ നെറുകയിൽ വെച്ച്, എന്നാൽ ഞാനിതാ നിന്നെ ആശീർവദിക്കുന്നു. നിന്റെ കൂടെ ഈശ്വരാധീനം എന്നും ഉണ്ടാവും മോനെ. പിന്നെ കുറച്ചു നേരം രാമൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിട്ട്, രാമ, 14 വർഷങ്ങൾക്കു ശേഷം നീ തിരിച്ചു വന്ന് അമ്മയെന്ന് വിളിക്കുന്ന ആ വിളി കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടാവില്ലേ ദൈവമേ എന്ന് പറഞ്ഞ ആവേശത്തോടെ രാമനെ മാറോടണച്ചു പുൽകുകയും നെറുകയിൽ ചുംബിക്കുകയും ചെയ്തു. സീത ഈ കഥ യാതൊന്നും അറിഞ്ഞിട്ടില്ല. എന്നാലും രാജകീയ രഥത്തിൽ അച്ഛൻ്റെ അടുക്കലേക്ക് പോയിട്ട് ഇപ്പോൾ കാൽനടയായി ധൃതിപ്പെട്ട് കയറി ചെന്ന തൻ്റെ ഭർത്താവിൻ്റെ മുഖം കണ്ടയുടനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അവൾ ഊഹിച്ചു. പിന്നെ കാര്യങ്ങളുടെ പരമാർത്ഥം മനസ്സിലാക്കിയപ്പോൾ രാജ്യം പോയതിൽ ഖേദിക്കുകയോ വനവാസത്തിന് പോകേണ്ടി വന്നതിൽ പരാതിപ്പെടുകയോ ചെയ്തില്ല. പിന്നെയോ തൻ്റെ ഭർത്താവ് എവിടെ പോകുന്നുവോ അവിടേക്ക് തന്നെയും കൊണ്ടുപോകണമെന്ന് ശഠിക്കുകയാണ് ചെയ്തത്. അങ്ങയുടെ കൂടെ ഞാനും പോരും എന്നൊരു ഉറച്ച നിലപാട്, വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പിടിവാശി. ഇനി എന്തു ചെയ്യും? സീതയെ കൂടെ കൂട്ടുകയോ? അയ്യോ പാവം. എല്ലാ സുഖസൗകര്യങ്ങളോടും ആഭരണങ്ങളോടും കൂടി രാജമന്ദിരങ്ങളിൽ വളർന്നു വന്ന ഈ കൊച്ചു പെണ്ണിനെ ദണ്ഡകാരണ്യത്തിലേക്ക് കൊണ്ടുപോയാൽ താൻ എന്തു ചെയ്യും? രാമൻ അന്താളിച്ചു പോയി. സീതയെ പിന്തിരിപ്പിക്കാൻ രാമൻ പല അടവുകളും എടുത്തു നോക്കി. വനങ്ങളിലെ ഭീകരത വാക്കുകളാൽ വരച്ചു കാട്ടിക്കൊടുത്തു. കല്ലും കരടും മുള്ളും കുണ്ടും കുന്നും നിറഞ്ഞ കാട്ടുവഴി, പരവതാനിയിൽ മാത്രം നടന്നു ശീലിച്ചിട്ടുള്ള സീതയുടെ പൂ പോലെയുള്ള മൃദുവായ കാലടികൾ കീറിമുറിഞ്ഞ ചോര ഒലിപ്പിക്കും. എങ്ങോട്ടെന്നില്ലാതെ മഞ്ഞും മഴയും വെയിലും സഹിച്ചുകൊണ്ടുള്ള നടത്തം, വിശപ്പടക്കാൻ കാട്ടിൽ കിട്ടുന്ന കായോ കിഴങ്ങോ പലവർഗ്ഗങ്ങളോ, കുടിക്കാൻ കിട്ടുന്നതോ കാട്ടാറിലെ കലങ്ങൽ വെള്ളം. സീതയ്ക്ക് ഇതൊക്കെ എങ്ങനെ പിടിക്കും? പിന്നെ ദണ്ഡകാരണ്യം രാക്ഷസന്മാരുടെയും അസുരന്മാരുടെയും താവളമാണ്. ഇനിയും കഴിഞ്ഞില്ല. വിഷപ്പാമ്പുകൾ, സിംഹം, നരി തുടങ്ങിയ ഹിംസ്രജന്തുക്കൾ വേറെ. സീത ഇതൊക്കെ കേട്ട് വീർപ്പ് മുട്ടുകയായിരുന്നു. പേടിച്ചിട്ടല്ല കേട്ടോ, തന്നെ കൊണ്ടുപോകാതിരിക്കാൻ ഭർത്താവ് എടുക്കുന്ന അടവാണതൊക്കെ എന്ന് വിചാരിച്ചിട്ട്. ഇനിയും ഇത് തുടരാതിരിക്കാൻ അവൾ എന്തു ചെയ്തു എന്നോ? പെട്ടെന്ന്, എന്നാലും ഞാൻ പോരും, എന്നെയും കൊണ്ടുപോകണം എന്നും പറഞ്ഞുകൊണ്ട് രാമൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരയാൻ തുടങ്ങി. അയ്യേ, ഇതെന്തു ചാബല്യമാണ് സീതയെ, വിടൂ എന്നേ. എന്നാൽ പോന്നോളൂ, അല്ലാതെ ഞാനിപ്പോഴെന്താ പറയുക?
സീത പിടിവിട്ടപ്പോൾ രാമൻ തുടർന്നു. നോക്കൂ സീതെ, എൻ്റെ കൂടെ വനവാസത്തിന് പോരുക എന്നത് കുട്ടിക്കളിയല്ല. നല്ലതുപോലെ ആലോചിച്ചോളൂ. ഞാൻ സന്യാസം സ്വീകരിച്ച് തപസ്വികളുടെ വേഷത്തിൽ 14 കൊല്ലത്തേക്കാണ് കാട്ടിലേക്ക് പോകുന്നത്. ഇടയ്ക്ക് വെച്ച് അച്ഛനെ കാണണം, വീട്ടിലേക്ക് പോകണമെന്നോ മറ്റോ സീത പറയുമെന്ന് പേടിക്കേണ്ട. പറയില്ല. നല്ലവണ്ണം ആലോചിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് സീത പുറപ്പെട്ടിട്ടുള്ളത്. അങ്ങെങ്ങനെ ജീവിക്കുന്നുവോ അങ്ങനെ തന്നെ ഞാനും ജീവിച്ചു കൊള്ളാം. രാമൻ ചോദിച്ചു. ഉറപ്പാണോ? സീത അതെ അതെ, യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. രാമൻ പറഞ്ഞു. ശരി, എന്നാൽ ഇനി സമയം കളയണ്ട. വേഗം പോയി നമ്മുടെ വസ്തുവകകൾ മുഴുവൻ ദാനം ചെയ്യുവാനായി ഒരുക്കി വെച്ചോളൂ. സീത അത്യന്തം സന്തുഷ്ടയായി ഒരു ചിത്രശലഭം കണക്കി അകത്തേക്ക് ഓടി മറഞ്ഞു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് വേഗം വരാം.